ഡോക്ടർമാരുടെ മേശയിൽ ഭക്ഷണം നിർത്താതെ എത്തുവാൻ സഹായിക്കുന്ന ചില രോഗങ്ങളുണ്ടെന്നാണ് വയ്പ്. ഇത്തരം രോഗങ്ങൾക്കോ രോഗികൾക്കോ ഒരു സമയത്തും കുറവുണ്ടാകുകയില്ല എന്നതാണ് ഇതിന് കാരണം. പുറം വേദന ഇത്തരത്തിൽപ്പെട്ട ഒരു രോഗമാണ്. നടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. എന്നാൽ നടുവേദനയായി എത്തുന്ന 20 പേരിൽ 19 പേർക്കും, അതായത് 95% രോഗികൾക്കും ഉണ്ടാകുന്ന ബാക്ക് പെയിൻ സിമ്പിൾ ബാക്ക് പെയിൻ അഥവാ നോൺ സ്പെസിഫിക് ബാക്ക് പെയിൻ എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെടും. സിമ്പിൾ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞതുകൊണ്ട് കഠിനമായ വേദനയില്ലെന്ന് അർത്ഥമില്ല. സിമ്പിൾ ബാക്ക് പെയിൻ ലഘുവായോ കഠിനമായോ ഉള്ള വേദന ഉണ്ടാക്കാം. എന്നാൽ സിമ്പിൾ ബാക്ക് പെയിൻ ശരീരത്തിലുള്ള മറ്റേതെങ്കിലും കാര്യമായ രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ ഈ വേദന മാറിക്കൊള്ളും എന്ന് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വ്യത്യാസം അനുഭവപ്പെടും. 6 ആഴ്ചകൾക്കുള്ളിൽ വളരെ ഭേദപ്പെട്ടിരിക്കും. 3 മാസത്തിൽ കൂടുതൽ വേദന നിൽക്കുകയാണെങ്കിൽ അത് സിമ്പിൾ ബാക്ക് പെയിൻ ആയിരിക്കുകയില്ല. സിമ്പിൾ ബാക്ക് പെയിൻ പെട്ടെന്നുണ്ടാകുന്നതാണ്. ഭാരം ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ല വ്യായാമത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വീഴ്ചകൾക്ക് ശേഷം, സ്പൈനിന് പെട്ടെന്നൊരു ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് ഉണ്ടായ ശേഷം, കാറപകടങ്ങൾക്ക് ശേഷം ഒക്കെയാണ് ആദ്യം വേദന അനുഭവപ്പെടുന്നത്. പരിചയസമ്പന്നനായ ഒരു ഡോക്ടർക്ക് രോഗി നൽകുന്ന മെഡിക്കൽ ഹിസ്റ്ററിയിൽ നിന്നും രോഗിയെ പരിശോധിക്കുന്നതിൽ നിന്നും മാത്രം, അതായത് ടെസ്റ്റുകളൊന്നും ചെയ്യാതെ കറക്റ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിസിൽ എത്താൻ സാധിക്കും. എക്സ്റേ കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പ്രയോജനവുമില്ല. MRI എക്സ്പെൻസീവ് ആണെന്ന് മാത്രമല്ല, ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ചികിത്സയെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനും ഇടയുണ്ട്. സിമ്പിൾ ബാക്ക് പെയിനിൻ്റെ ചികിത്സയിൽ പണ്ടത്തെ പോലെ കട്ടിലിൽ കിടന്ന് വിശ്രമമെടുക്കാൻ ഇന്ന് ഉപദേശിക്കാറില്ല. 2 ദിവസത്തിൽ കൂടുതൽ രോഗി പൂർണ്ണ വിശ്രമം എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ബാക്ക് പെയിൻ മാറിക്കിട്ടുവാനുള്ള ദിവസങ്ങൾ കൂടുന്നു എന്നാണ് ഇന്നത്തെ പല നിരീക്ഷണ പഠനങ്ങളും കാണിക്കുന്നത്. അതികഠിനമായ വേദനയുണ്ടാകാത്ത വിധത്തിൽ ഡെയിലി ആക്ടിവിറ്റീസിൽ തുടരുവാൻ ആദ്യം മുതൽ തന്നെ രോഗിയെ പ്രേരിപ്പിക്കണം. ചെറിയ വേദനകൾക്ക് ടൈലനോൾ ധാരാളം മതിയാകും. എന്നാൽ വേദന കൂടുതലാണെങ്കിൽ ഐബുപ്രോഫിൻ, മോട്രിൻ, നാപ്രോസിൻ തുടങ്ങിയ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ഉപയോഗിക്കാം. വേദന വളരെ കൂടുതലാണെങ്കിൽ കോഡീൻ, പൈക്കോഡീൻ തുടങ്ങിയ ശക്തമായ വേദന സംഹാരികളും ഡോക്ടർമാരെ കുറിച്ചു തരും. വേദന തുടങ്ങിയ ശേഷം മരുന്ന് കഴിക്കുന്നതിനേക്കാൾ വേദന പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ 3-4 തവണ മരുന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത്. ബാക്ക് മസിൽസിന് വളരെ സ്പാസം തോന്നി ചിലർക്ക് വേദനയെടുക്കും. അങ്ങനെയുള്ളവർക്ക് ഡയസിപ്പാം അഥവാ വാലിയം സഹായിച്ചേക്കും. പുറത്ത് ചൂട് വെക്കുന്നത് ചിലപ്പോൾ ചിലർക്ക് സഹായമാകാം. എന്നാൽ തിരുമ്മുന്നത് കൊണ്ടോ കൈറോപ്രാക്ടറെ കണ്ടതുകൊണ്ടോ ഈ ഘട്ടത്തിൽ കൂടുതലായി ഒരു പ്രയോജനവും കിട്ടത്തില്ല. സിമ്പിൾ ബാക്ക് പെയിൻ എല്ലാം തന്നെ 3 മാസത്തിനുള്ളിൽ ഭേദപ്പെട്ടിരിക്കണം. എന്നാൽ ആദ്യം മുതൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില ബാക്ക് പെയിൻസ് ഉണ്ട്. ഒന്നാമത്, പുറം വേദനയോടൊപ്പം കാലിൽ മരവിപ്പോ മസിൽസിന് ശക്തി കുറവോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ ആദ്യം മുതൽ തന്നെ ആവശ്യമാണ്. അതുപോലെ തന്നെ ബ്ലാഡർ ആൻഡ് ബവൽ കൺട്രോൾ, അതായത് മലമൂത്ര വിസർജനത്തിന് നമുക്കുള്ള സ്വയം കൺട്രോളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായതായി തുടങ്ങുന്നതെങ്കിൽ ആദ്യം തൊട്ട് തന്നെ ടെസ്റ്റുകൾ ചെയ്യണം. ഒരുപക്ഷെ ഇതൊരു എമർജൻസിയും ആവാം. മൂന്നാമത്, സിമ്പിൾ ബാക്ക് പെയിൻ പെട്ടെന്നുണ്ടാകുന്നതാണ്. എന്നാൽ ചെറുതായി ആരംഭിച്ച് ശക്തി ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന പുറം വേദനകൾ സിമ്പിൾ ബാക്ക് പെയിൻ ആയിരിക്കുകയില്ല. ആ വേദന കൂടുതൽ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടതാണ്. നടുവേദന ഉണ്ടാകാതിരിക്കാൻ ചില പ്രിവെൻറ്റീവ് മെഷേഴ്സ് എല്ലാവർക്കും സ്വീകരിക്കാൻ സാധിക്കും. നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നട്ടെല്ല് നിവർത്തിപ്പിടിച്ച് ഇരിക്കുക, കുനിഞ്ഞുകൊണ്ട് ചെയ്യരുത്. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബാക്ക് ബെൻഡ് ചെയ്യരുത്, മുട്ടുകൾ മാത്രമേ വളയ്ക്കാവൂ. എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക.
ബാക്ക് മസിൽസിന് ശക്തി കൂട്ടുവാൻ ദിവസവും വ്യായാമം ചെയ്യുക. വണ്ണം കുറയ്ക്കുന്നതിനും ശ്രദ്ധിക്കുക. 3 മാസത്തിൽ കൂടുതൽ നടുവേദന നീണ്ടു നിൽക്കുകയാണെങ്കിൽ റപ്ചർഡ് ഡിസ്ക് തുടങ്ങിയുള്ള മറ്റു സംഗതികളാകാം. അവയെപ്പറ്റി മറ്റൊരവസരത്തിൽ പറയാം. നിങ്ങൾക്ക് നന്ദി. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയിൽ ഇതേ സമയം വീണ്ടും കാണാം.